സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്. റിപ്പോർട്ട് ചാനലിൽ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നു വരികയാണല്ലോ, അല്ലെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ അതിൽ ബീഹാറിൽ BJP വലിയ രീതിയിൽ പണം ഇറക്കി കളിച്ചത് കൊണ്ട് തന്നെയും ബീഹാറിൽ BJPക്ക് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. അപ്പോൾ ആ കാര്യങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ ആ ഒരു വോട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ഷനെ പറ്റിയോ അവിടുത്തെ BJP ജയിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെയും നമ്മുടെ ഈ പറയുന്ന ഡോക്ടർ അരുൺകുമാറും സുജയ പാർവതി എന്ന് പറയുന്ന സംഘിമിത്രവും കൂടി നമ്മുടെ ഈ റിപ്പോർട്ട് ചാനലിൽ നിന്നും എഴുതുകയാണ്. അപ്പോൾ അതിൽ ആ സംസാര വിഷയങ്ങളിലേക്ക് പെട്ടെന്ന് ഈ പറയുന്ന BJP കേരളത്തിൽ കൂടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ ഇതിനേക്കാൾ സ്വീകാര്യതയായിരിക്കുമെന്നാണ് സുജയ പറയുന്നത്. സംഗിണിയാണെന്ന് ഓർക്കണം ആ സംഗിണി പറയുന്നത്. നമുക്കറിയാം സുജയ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ്, പുള്ളിക്കാരിയുടെ പലതവണയുമുള്ള അല്ലെ പല രീതിയിലുമുള്ള പ്രസ്താവനകളിൽ കൂടി നമുക്കറിയാം പുള്ളിക്കാരിക്ക് ഒരു സംഘികളോട് ചായവുള്ള ഒരാളാണെന്നുള്ളത്. അത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു തുടക്കം മുതലേ നമുക്കെല്ലാവർക്കും മനസ്സിലായി. ആ സിനിമയ്ക്ക് പിന്നിൽ, ആ സിനിമ ഇറങ്ങിയതിന് ശേഷം സംഘികൾ കളിച്ച വൃത്തികെട്ട കളികളും ആ കളികളെ എല്ലാം വെള്ള പൂശിക്കൊണ്ടാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ സുജയ പോയി ഇരിക്കേണ്ട ഒരു ചാനല് അത് ജനൻ TV ആയിരുന്നു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അവിടെ കിട്ടാതെ നേരെ റിപ്പോർട്ട് ചാനൽ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊരു നല്ല TRP റേറ്റ് അല്ലെങ്കിൽ TRP വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായി തന്നെ ഡോക്ടർ അരുൺകുമാറും സംഘവും ഏറ്റെടുത്തുകൊണ്ട് സുജയെ ശരിക്കിട്ടുകൊണ്ട് ഒതുക്കി നല്ല പോലെ പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബീഹാറിൽ BJP ജയിച്ചത് എങ്ങനെയാണ്? 150 കോടി രൂപയ്ക്ക് മുകളിൽ എന്തോ പൊട്ടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പല വാർത്തകളിലും കണ്ടത്. ഇനി അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എല്ലാ ആളുകൾക്കും 10,000 രൂപ വെച്ചിട്ടെങ്കിലും മിനിമമെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ബീഹാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വലിയ രീതിയിൽ BJP മാറ്റങ്ങൾ വരുത്തിയെന്ന് സുജയ പറയുമ്പോഴും ബീഹാറിൽ ഇപ്പോഴും അതിദാരിദ്ര്യം നിലനിൽക്കുന്നില്ലേ? ബീഹാറിൽ ഇപ്പോഴും സ്കൂളുകൾ വലിയ രീതിയിൽ എത്ര സാക്ഷരത നേടിയ ആളുകളുണ്ട്? ഇതൊന്നും കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഒന്നും ഒരു തരത്തിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല BJP എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അങ്ങ് ഗുജറാത്തിലും ബീഹാറിലും ബംഗാളിലും എല്ലായിടത്തും ഒരേ തരത്തിലുള്ള ഭരണവും ഒരേ തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയുടെ നെല്ലിപ്പലകയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളാണ് ആ സ്ഥലങ്ങളിലേക്കുള്ളത്. പക്ഷെ എങ്ങനെ ഇവരെ BJP സ്വാധീനിച്ചു? അല്ലെ BJPയെ എങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ട് വോട്ട് കൊടുക്കണമെന്ന് ഇവർ ഇഷ്ടം വന്നു, അല്ലെ ഇവർക്ക് താല്പര്യം വന്നു? ആ പണം കണ്ടതുകൊണ്ടാണ്. അതായത് നാളിതുവരെയും ഒരു കയ്യിലൊരു പൈസയും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള അന്നത്തിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും മുൻപിലൊക്കെ പോയി ഇറക്കേണ്ട ആളുകൾ പെട്ടെന്ന് BJP വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോയാൽ ഇങ്ങനെ ജീവിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരുന്നതുകൊണ്ട് തന്നെയും അത് വെച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു പോട്ടെ, എല്ലാ മാസവും 10,000 രൂപ വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ പാവങ്ങൾ വിശ്വസിച്ച് പോയി കാണും. പക്ഷെ ഇതെല്ലാം വെറും ഉടായ്പാണെന്നുള്ളത് ഇനിയും കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്താണ് BJPയും എന്താണ് നരേന്ദ്രമോദിജിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിനെ നിങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടരുത് സംഘമിത്രങ്ങളെ. കാരണം കേരളത്തിൽ നിങ്ങൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുമില്ല, നിങ്ങളെ കൊണ്ട് അതിനൊരു കഴിവുമില്ല, നിങ്ങളുടെ ആവശ്യവുമില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ആവശ്യമില്ല. കേരളത്തിന് ഒരു ഇടതുപക്ഷ സർക്കാരുണ്ട്, വലതുപക്ഷ സർക്കാരും ഉണ്ട്. ഇവരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവർ ചെയ്തോളും. അഴിമതി ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. എന്തായാലും 3000 കോടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ആളെ പറ്റിയുന്ന പരിപാടിയൊന്നും ഈ പറയുന്ന കേരളത്തിലെ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയാം, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വാർത്തയിൽ എന്താണ് സംഭവിക്കുന്നതെന്നും അതിൽ സുജയെ ലൈവായിട്ട് തന്നെ ആ ഒരു വേദിയിൽ അല്ല ഒരു ചാനലിൻ്റെ ഒരു ചർച്ചയ്ക്കിടെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നമ്മുടെ റിപ്പോർട്ട് ചാനലിൽ അരുൺകുമാർ സംസാരിക്കുന്നത്. അതിൽ സുജയ പറയുന്നത് കേരളത്തിൽ BJP സർക്കാർ വരട്ടെ, ഇതിലും ജനകീയമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ വാർത്തയും അതിലെ വെല്ലുവിളികളും എന്തൊക്കെയാണ് അരുൺകുമാർ പറയുന്നതെന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ബീഹാറിലെ വലിയ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. 243 സീറ്റിൽ 160 സീറ്റിൽ മുന്നേറുക. ജനകീയമായാൽ ഒരു സർക്കാരിന് തുടരാൻ കഴിയുമെന്ന് ഇവിടെ പിണറായി സർക്കാർ തെളിയിച്ചെങ്കിൽ അവിടെ അതാ നിതീഷ് സർക്കാർ തെളിയിക്കുകയാണ്. ഇത് ഞങ്ങൾ ബൈറ്റ് കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ കോൺഗ്രസിനോടാണ് നിങ്ങൾ ജനകീയമായാൽ സർക്കാർ ജനങ്ങൾ ഇതിലും ജനകീയമായിരിക്കും. കേരളത്തിൽ BJP സർക്കാർ വരട്ടെ, ഇത് കട്ട് ചെയ്ത് വെച്ചോ. ഗുജറാത്തിൽ പശുവിനെ കൊന്നതിന് ജീവനം വിരിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത ദിവസം. ഗുജറാത്ത് കർണാടകയിൽ എന്താ അവസ്ഥ? തമിഴ്നാട്ടിലെ ഒരു കക്ഷി ഉണ്ടായിരുന്നല്ലോ, എന്താ പേര്? തമിഴ്നാട്ടിൽ എന്തായിരുന്നു BJPയുടെ മുഖം? അണ്ണാമലയോ? എവിടെ അണ്ണാമല? BJP പാർട്ടി ചുമതലകളൊക്കെ തമിഴ്നാട്ടിൽ അല്ല, ഇവിടെ കേരളത്തിൽ അല്ല, ബീഹാറിൽ വോട്ടെടുപ്പോ തമിഴ്നാട്, കർണാടക, കേരളത്തിൽ എന്താ BJP പറയാൻ പോകുന്ന രാഷ്ട്രീയം? എന്ത് വികസനം? ഇതുവരെ കേരളം കാണാത്ത
ഇതുവരെ കേരളം കാണാത്ത വികസനം. കാണാത്ത വികസനം. ഏത് വികസനം? കണ്ടില്ലേ ഇതിൽ സുജയ പറയുന്നത് ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത വികസനമാണ് BJP കേരളത്തിൽ വരുമ്പോൾ പറയാൻ പോകുന്ന അല്ലെ പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നാണ്. എന്ത് വികസനമാണ്? നിങ്ങളുടെ വലിയ വികസനങ്ങളോ രാജപാതകളോ കെട്ടിട സമുച്ചയങ്ങളോ ഒന്നും കേരളത്തിന് വേണ്ട. നിങ്ങളുടെ ഈ മെഴുകൽ മാത്രം ഒന്ന് നിർത്തിയാൽ മതി. ഒരുമാതിരി ജാതി വ്യവസ്ഥ നിർത്തിയാൽ മതി. വർണ്ണ വിവേചനം നിർത്തിയാൽ മതി. വിവിധ തരത്തിലുള്ള മതങ്ങളോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ മതി. കാഴ്ചയുടെ അല്ല പ്രശ്നം, കാഴ്ചപ്പാടിൻ്റെയും പ്രവൃത്തിയുടെയുമാണ് പ്രശ്നം എന്ന് പറയുന്നത് പോലെ BJPയുടെ പ്രവൃത്തികളാണ് പ്രശ്നം. അതായത് ഹിന്ദുക്കൾ മാത്രം മതി, ഹിന്ദുക്കളല്ലാത്ത ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ഇവിടെ ജീവിക്കാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യം അല്ല, അങ്ങനത്തെ ചെറ്റത്തരമാണ് ഇവന്മാർ കാണിക്കുന്നത്. ഇങ്ങനത്തെ പരിപാടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ BJP ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ജനങ്ങളുടെ ജീവിതത്തിന് എന്ത് വാല്യൂ ആണ് ഇവന്മാർ നൽകുന്നത്. അങ്ങ് ഗുജറാത്തിൽ ഒരു പശുവിനെ കൊന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ അതിദാരുണമായി തല്ലിക്കൊന്നൊരവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ അവസ്ഥ കേരളത്തിലേക്കും വരാനായിട്ട് ഇനി സമയം അധികം വിദൂരമല്ല. ഈ രീതിയിലുള്ള മെഴുകലുകൾക്ക് അല്ലെങ്കിൽ പണം മേടിച്ച് കഴിയുമ്പോൾ അല്ലെ പണം കിട്ടിക്കഴിയുമ്പോൾ ഏത് ചാണകത്തിനും മെഴുകാൻ വേണ്ടിയിട്ട് എൻ്റെ വീടും എൻ്റെ നാടും ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനോഗതി ഉണ്ടല്ലോ, ആ മനോഗതി മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അടിമകളായിട്ട് മാറും. ആരുടെ അടിമകളാണ്? ചാണക സംഖ്യകളുടെ വെറും അടിമകളായിട്ട് മാറും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ BJPക്ക് ഒരു കാലത്തും ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയാണ്. കാരണം ഉന്നത കുലജാതനെയും പല ആളുകളെയും എക്സാമ്പിളാക്കി നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ജാതീയ ബോധവും ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഈ അടിമത്തം, അതായത് മറ്റുള്ളവരെ അടിയാളന്മാരായിട്ട് കാണുക, പണ്ട് കാലത്തുണ്ടായിരുന്ന ജന്മികുടിയൻ വ്യവസ്ഥിതി അതെടുത്തുകൊണ്ട് വീണ്ടും പ്രയോഗിക്കാൻ നോക്കുക, തലപ്പാവില്ലാത്ത അല്ലെ ചെങ്കോലും കിരീടവും ഇല്ലാത്ത രാജാവായിട്ട് ജീവിക്കാൻ നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളാണ് ഇവന്മാരുടെയൊക്കെ മുന്നിൽ. ഇവന്മാർ ബ്രാഹ്മണന്മാരാണ്. അതായത് BJP എന്ന് പറയുന്നൊരു പാർട്ടിയിൽ വരുന്ന എല്ലാ ആളുകളും ബ്രാഹ്മണന്മാരാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ജനങ്ങളെ സേവിക്കാനുള്ളൊരു അനുമതിയോ അല്ലെങ്കിൽ അവരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവോ ഉള്ളൂ, പ്രാപ്തിയോ ഉള്ളൂ. അല്ലാത്ത ആളുകൾ ഇതൊന്നും ഇല്ലാത്തവരാണെന്ന് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ ജാതിയും മതവും പറയുന്നതിൽ എനിക്കൊരു താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ BJPയിൽ നിങ്ങൾ ഈ പറയുന്ന വലിയ ജാതിയിൽ നിങ്ങൾക്ക് ആർക്കും ആരോടും വിരോധമില്ല, എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ തുല്യരായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ BJPയിൽ എത്ര താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്? ഉപരാഷ്ട്രപതി അല്ലെ നമ്മുടെ രാഷ്ട്രപതിയൊക്കെ നിങ്ങൾ അംഗീകരിച്ചു കാണും. പക്ഷേ അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അണികളിൽ എത്ര നിങ്ങളുടെ പറയുന്ന പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ട്? ഒരു കോപ്പുമില്ല. നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള വിചാരമാണ് നിങ്ങളെന്താ വലിയ മറ്റതാണെന്നുള്ളത്. കേരളത്തിൽ ജനങ്ങൾക്കറിയാം വെറും ചാണകം തീനികൾ മാത്രമാണെന്നുള്ളത്. ബാക്കി സുജയുടെ മെഴുകൾ കേട്ട് നോക്കാം. ഇതിന് അരുൺകുമാർ കൊടുക്കുന്ന മറുപടിയാണ് ഏറെ ശ്രദ്ധേയം. അരുൺകുമാർ അണ്ണാക്കിലല്ല അന്നനാളം നിറയ്ക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കി കണ്ടു നോക്കാം. ഗുജറാത്തിലെ വികസനമാണോ? ഗുജറാത്തിലെ വികസനം കാണാൻ ഇവിടെ പോയായിരുന്നല്ലോ. 2002 മുതൽ ഗുജറാത്തിൽ BJP അധികാരത്തിലുണ്ടല്ലോ. വെല്ലുവിളിക്കുന്നു ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് വെല്ലുവിളി പറഞ്ഞുകൊണ്ടാണ് സുജയ കേരളവും BJP ഭരിച്ചൊരു സംസ്ഥാനവും മാനവ വിഭവശേഷിയുടെ സൂചികയിൽ നമുക്ക് ഇവിടെ വെച്ച് ഇപ്പൊ തർക്കിക്കാൻ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. ആണല്ലോ. എനിക്ക് പറയൂ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിനാണ്? എന്റെ സംസ്ഥാനമായ കേരളത്തിലാണ്. ശരി, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് ഉള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കുറച്ച് ചൈൽഡ് മോർട്ടാലിറ്റി ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? അത് എന്റെ സംസ്ഥാനമായ കേരളമാണ്. ഇനി ഏറ്റവും കൂടുതൽ തനത് റവന്യൂ വരുമാനം ഉണ്ടാക്കിയ നീതി ആയോഗ് പറഞ്ഞ സംസ്ഥാനം ഏതാണ്? അതും എന്റെ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനത്തിൽ വർധനമുണ്ടാക്കിയ സംസ്ഥാനം ഏതാണ്? അതും എന്റെ സംസ്ഥാനം കേരളം. ഈ നേട്ടങ്ങളൊക്കെ കേരളം സ്വന്തമാക്കിയത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ എന്റെ രാജ്യത്ത്. അതെ, നരേന്ദ്രമോദി. അതായത് ബാക്കി സംസ്ഥാനങ്ങളിലൊന്നും നരേന്ദ്രമോദി ഇല്ലല്ലോ. കേരളത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ എണ്ണി തുടങ്ങിയതേ ഉള്ളൂ. എന്റെ മോനെ, ഇതൊക്കെയാണ് മറുപടി. അതായത് എൻ്റെ നരേന്ദ്രമോദി ഭരിക്കുന്നതായതുകൊണ്ടാണ് കേരളത്തിലും ഈ പറയുന്ന ഇമ്പാക്റ്റുകൾ ഉണ്ടായെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി മാൻഡ്രേക്ക് ആണല്ലോ. ജൂനിയർ മാൻഡ്രേക്ക്, സീനിയർ മാൻഡ്രേക്ക് ഇതുപോലുള്ള സിനിമകൾ നമ്മൾ കണ്ടതാണ്. ഒരു തല കൊണ്ട് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഭാവ വലയത്തിൽ എല്ലാ ആളുകൾക്കും പല മാറ്റങ്ങളുണ്ടാവും. ചില ആളുകൾ നശിച്ചു, ചില ആളുകൾ നന്നാവും എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു മനുഷ്യൻ അങ്ങ് രാജ്യത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയും കേരളത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി എല്ലാ വീടുകളുടെയും മുൻപിൽ ഒരു സാധനം എഴുതി ഒട്ടിക്കണം. ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നൊരു ബോർഡുണ്ടല്ലോ, അതായത് നരേന്ദ്രമോദിജി ഈ വീടിൻ്റെ ഐശ്വര്യം, അല്ലെങ്കിൽ നരേന്ദ്രമോദിജി കേരളത്തിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒട്ടിക്കണം. വേണമെങ്കിൽ സുജയ് അങ്ങനെ ചെയ്യും. അതിന് അരുൺകുമാർ കൊടുക്കുന്ന മറുപടി
ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും നരേന്ദ്രമോദിജി ഇല്ലല്ലോ എന്നാണ്. അതായത് അരുൺകുമാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും മറുപടി നൽകാനായിട്ട് ഈ പറയുന്ന സംഘിമിത്രങ്ങളുടെ കയ്യിലില്ല എന്നുള്ളത് സുജയ്ക്ക് നല്ലതായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയും സുജയ്ക്ക് മെഴുകാനൊന്നുമില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? കുറച്ച് മാസിന് വേണ്ടിയിട്ട് സംഘിപുത്രന്മാർക്ക് മാസ് കാണിച്ച് BGM ഇടാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ബിഗ് ബോസിൽ കണ്ടന്റ് ഇട്ട് കൊടുക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? അവർക്ക് എടുത്തിട്ട് ബൂസ്റ്റ് ചെയ്യാം. BJP ഞങ്ങൾ വലിയ സംഭവങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം മറ്റേ ആ SFIയിലുള്ളൊരു ആർഷോയെ അവനെ അടിച്ചു, ആ BJP സംഘിമിത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പറയുകയുണ്ടായി. കയ്യാങ്കളി എന്ന് പറയുന്നത് വളരെ തോൽവികരമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അയാൾ വാക്കുകൾ കൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. ആ വാക്കുകൾക്കെതിരെ വേണമെങ്കിൽ ശക്തമായിട്ടുള്ള മറുപടി അയാൾക്ക് നൽകാം. പക്ഷെ കയ്യൂക്ക് കാണിക്കാനായിട്ട് പോയതുകൊണ്ട് തന്നെയും അയാളെ അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സംഘിമിത്രങ്ങളും, ലസിത പാലക്കൽ, അതേപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക സീതളിസം അങ്ങനെ ചാനൽ, പിന്നെ നമ്മുടെ ഷിനി മധുസൂദനൻ, ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ വലിയ രീതിയിൽ വന്ന് മെഴുകുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഇതിനുള്ളൊരു മറുപടി DYFI അല്ലെങ്കിൽ SFI കൊടുക്കും. എനിക്കറിയാവുന്ന SFIയും DYFI അങ്ങനെയാണ്, പണി നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കും. ഇപ്പോൾ ആർഷോ അല്ലെങ്കിലും ആരാണെങ്കിലും കൊടുക്കും. അതിപ്പോൾ BJPയുടെ ഏത് തലമുത്തപ്പം വന്നാലും അവർ പണി കൊടുക്കാനുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ സുജയുടെ ഈ ഒരു കാര്യത്തിന് സുജയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അരുൺകുമാർ സംസാരിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന കേരളത്തിലുള്ള ഓരോ വികസനങ്ങളും എണ്ണി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. സാക്ഷരതയിൽ ഒന്നാമത്, അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ളൊരു കാര്യത്തിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഒന്നാമത്, കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, കുട്ടികളുടെ അല്ലെങ്കിൽ ആരോഗ്യ മേഖല, ഇതെല്ലാ കാര്യങ്ങളിലും കേരളമാണ് ഒന്നാമത് നിൽക്കുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് സംഘികളാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിജി ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വലിയ രീതിയിൽ നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കും? ഈ കേന്ദ്രത്തിൻ്റെ അടുത്തൊരു ഫണ്ട് ആവശ്യപ്പെട്ടപ്പോൾ കേരളത്തിനെ അവഗണിച്ച ഒരു കേന്ദ്രമാണുള്ളത്. അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാണ് സുജയ പറയാൻ സാധിക്കുക എൻ്റെ നരേന്ദ്രമോദിജി ഉള്ളത് കൊണ്ടാണെന്നുള്ളത്? പാർലേജി കൂടുതൽ വിറ്റുപോയി. എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദിജിയുടെ ജി അവിടെ ഉള്ളത് കൊണ്ടായിരിക്കും. ബാക്കിയുണ്ട് നോക്കാം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയ ഇന്ത്യയിലെ സംസ്ഥാനത്തിന്റെ പേര് പറയൂ. ഏതാ സംസ്ഥാനം? പറയൂ. അതിദാരിദ്ര്യം കൂടുതലുള്ള ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയൂ. അതിദാരിദ്ര്യം കൂടുതൽ ആരോഗ്യത്തിലൊന്നാമത്, എന്റെ സംസ്ഥാനമായ കേരളം വ്യവസായ സംരംഭത്തിലൊന്നാമത്, എന്റെ സംസ്ഥാനമായ കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഒന്നാമത്, എന്റെ സംസ്ഥാനമായ കേരളം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഒന്നാമത്, എന്റെ സംസ്ഥാനമായ കേരളം വിദ്യാഭ്യാസത്തിൽ എൻറോൾമെന്റിൽ ഒന്നാമത്. അപ്പൊ പിന്നെ ഡോക്ടർ അരുണിന്റെയും എന്റെയും സംസ്ഥാനമായ കേരളം, എന്റെ രാജ്യമായ ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന തുടർ ഭരണത്തിലൂടെ പോകുന്ന ഇന്ത്യ ബീഹാറിലേക്ക് വരാം. ബീഹാറിൽ 160 സീറ്റ്. അതാ മോദി നരേന്ദ്രമോദി പിണറായി, അതാണല്ലോ പിണറായി. സുജയ പറയുന്നത് കേട്ടാ തോന്നുന്നു കേരളത്തിന് വേണ്ടി ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഗുജറാത്തിലെ പ്രധാനമന്ത്രി ഗുജറാത്തിലെ മുഖ്യമന്ത്രി BJP, ഗുജറാത്തിലെ പ്രധാനമന്ത്രി BJP. കേരളത്തിലെ BJPയുടെ മുഖ്യമന്ത്രി വരും. എവിടെ വരും? 21 പേരെ കിട്ടിയ മുഖ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞു. പണ്ടൊരാൾ 35 സീറ്റിന്റെ പ്രധാനമന്ത്രിയാണ്. 2 സീറ്റിൽ രാജ്യം തുടർച്ചയായി 3 ടൈം ഭരിക്കാമെന്നുണ്ടെങ്കിൽ കേരളത്തിലും ഭരിച്ചിരിക്കും. താങ്കൾ അത് കാണും. അതെ, അതിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ബുദ്ധിമുട്ട് തന്നെയാണ് ഭരിക്കുന്നത്. ഒരിച്ചിരി ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളതാണ്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാലോ. മാർച്ചിൽ തന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. താങ്കൾ മെയ് മാസത്തിൽ വായിക്കാൻ തയ്യാറായി. സേവിംഗ്സ് ബാങ്കിൽ അക്കൗണ്ട് അല്ല, സേവിംഗ്സ് ബാങ്കിലൊന്നുമല്ല, നിയമസഭയിലെ അക്കൗണ്ട്. നിയമസഭയിലെ അക്കൗണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇനി ഇവിടെ നിതീഷ് കുമാർ ഇല്ലെന്ന് കരുതുക. BJPയുടെ അവസ്ഥ എന്താ ബീഹാറിൽ? പറ. നിതീഷ് കുമാർ ഇല്ലെങ്കിൽ, ഞാൻ പറയുന്നു, നിതീഷ് കുമാർ ഇല്ലെങ്കിൽ, JDUവിന്റെ പിന്തുണ ഇല്ലെങ്കിൽ 45 സീറ്റിന് മുകളിലേക്ക് BJP പോകില്ല ബീഹാറിൽ. സുജയെ വലിച്ചു കീറി കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകൻ തന്നെ ഒട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സുജയുടെ ഉള്ളിലുള്ള സംഘിബോധത്തിനെ വലിയ രീതിയിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രേക്ഷകരുടെ മുൻപിൽ കാണിക്കുക എന്നുള്ളൊരു കാര്യം തന്നെ അരുൺകുമാർ ചെയ്തിട്ടുണ്ട്. സുജയ്ക്ക് എടുത്തു പറയാൻ ഒരു കാരണങ്ങളുമല്ല, ഒരു കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെയും സുജയ പറയുന്നത് എൻ്റെ നരേന്ദ്രമോദിജി ഭരിക്കുന്ന എൻ്റെ രാജ്യമായിട്ടുള്ള എൻ്റെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ ഇങ്ങനെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി. അപ്പോൾ അരുൺകുമാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും കേരളത്തിൻ്റെ മാത്രം പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെ പറയുമ്പോൾ അരുൺകുമാർ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് ഈ നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവലയം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് അത് കേരളത്തിൽ മാത്രമല്ല, മറ്റു പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അവിടെയൊക്കെ എന്താണ് സ്ഥിതി? ഇതൊക്കെ ചോദിക്കുമ്പോൾ സുജയ്ക്കൊന്നും പറയാനില്ല. സുജയ്ക്ക് ആകെ പറയാനുള്ളത് തുടർ ഭരണവും ഇനി വരുന്ന മാർച്ചിൽ BJP സീറ്റ് അക്കൗണ്ട് തുറക്കും, പിന്നെ BJP കേരളം ഭരിക്കും എന്നൊക്കെയുള്ളൊരു വ്യാമോഹമാണ്. ഇതൊക്കെ വെറും വ്യാമോഹങ്ങൾ മാത്രമാണ്. BJP ഭരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോവുക? ഇവർ മമ്മൂട്ടിക്കെതിരെ എടുത്തൊരു അക്രമം, അത് മമ്മൂട്ടി എന്ന് പറയുന്നത് സിനിമാറിനായതുകൊണ്ടാണ്? ഒരിക്കലും അല്ല. അയാൾക്ക് സമൂഹത്തിലുള്ള വലിയൊരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ അയാൾക്ക് സമൂഹത്തിലുള്ള വലിയൊരു വാല്യൂ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ മമ്മൂട്ടിക്കെതിരെ ഈ രീതിയിലൊരു അക്രമം അയച്ചു വിടണമെന്നുണ്ടെങ്കിൽ സാധാരണപ്പെട്ട ആളുകൾ
ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അവിടുത്തെ പ്രശ്നം മതമാണ്. വേടൻ്റെ പ്രശ്നം എന്താണ്? വേടൻ്റെ വിഷയങ്ങളിൽ ഈ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇവർ അഴിച്ചുവിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വേടൻ്റെ ആ ഒരു വിഷയം അത് ഏത് രീതിയിൽ കൊണ്ടുപോയതാണ്? അത് പിന്നോക്ക സമുദായത്തിൽ പെട്ടവനാണ് എന്നുള്ളതിൻ്റെ ഒരു രീതിയിലാണ് കൊണ്ടുപോയത് അല്ലേ? അപ്പോൾ പിന്നോക്ക സമുദായത്തിൽ പെട്ടവന്മാരെ എല്ലാം അടിച്ചമർത്തും. പിന്നീട് ഇവർക്കെതിരെ സംസാരിക്കുന്ന ആരൊക്കെയാണോ അവരെ അടിച്ചമർത്തും. അത് സർക്കാരിലുള്ളവരാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഞാനടക്കമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ആദ്യം അടിച്ചമർത്തുക എന്നുള്ളൊരു പരിപാടി ഇരിക്കും അവന്മാർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം വീണ്ടും ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറയുന്ന ഒരാളല്ല. നമ്മുടെ വീഡിയോസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പല ആളുകളും പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ റിവീൽ ചെയ്യാറുണ്ട്, അല്ലെ സംസാരിക്കാറുണ്ട്. ഇതെല്ലാം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയായിരിക്കും നിങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിന് നാനാവിധ ഭാഗങ്ങളിൽ നിന്നും പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരാറുണ്ട്. ഞാൻ ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറയുന്നത് ഒരിക്കലും അല്ല. എൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ പാർട്ടിയും കുറ്റം പറയാറുണ്ട്. നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് തന്നെ പറയും, കൊള്ളരുതായ്മയാണെങ്കിൽ കൊള്ളരുതായ്മയാണെന്ന് ഞാൻ പറയാനൊരു മടിയില്ല. അപ്പോൾ അത് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ ഇനിയിപ്പോൾ സുഡാപ്പിയാണെന്നോ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെന്നോ നിങ്ങൾ ആരൊക്കെ പറഞ്ഞാലും ഞാൻ വേടം പറയുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ അടിച്ചമർത്തലുകൾക്ക് ഇരയാക്കപ്പെട്ട ആളുകളുടെ ഒപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ, പണമായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, നിറമായിക്കോട്ടെ, ഏത് തരത്തിലാണെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരാൾ അടിച്ചമർത്തലിന് ഇരയാക്കപ്പെടുന്നുണ്ടോ അവർക്കൊപ്പം തന്നെ ചേർത്ത് പിടിക്കാനായിട്ട് ഞാനും ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. നമ്മളിവിടെ കാണുന്ന BJPക്ക് വേണ്ടിയിട്ട് കരയുന്ന മെഴുകുന്ന ഒരു സുജയ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിനെയും ആ സുജയ്ക്ക് നല്ല അടിപൊളിയായിട്ട് മറുപടി കൊടുക്കുന്ന നല്ല കഴിവുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല അറിവും വിവരമൊക്കെ ഉള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.